പ്രായം കുറഞ്ഞ ഒരു സിനിമാ നടൻ്റെ കൂട്ട് അല്ലെങ്കിൽ സിനിമാ നടിയുടെ കൂട്ട് ഇരിക്കുന്ന രീതിയിലുള്ള ഒരു ഗ്ലാസ് സ്കിൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പാക്കാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്കൊരു അമേസിങ് റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞതിൻ്റെ കൂട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. നമുക്ക് മെയിനായിട്ട് മുഖത്ത് പ്രായം തോന്നിക്കുന്നത് വ്രിങ്കിൾസും ഫൈലൻസും കണ്ണിൻ്റെ അടിയിൽ ചുളിവുകളൊക്കെ വരുമ്പോഴാണ്. അതൊക്കെ പോക്കാനുള്ള അടിപൊളി പാക്കാണ് ഇത് വന്നിട്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ക്ലെൻസിങ് ആണ്. അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പാലാണ്. ഞാനിതിൽ പറയുന്ന അതേ ഐറ്റംസ് അതുപോലെ തന്നെ എടുക്കാൻ നോക്കണം, എന്നാലും നമുക്ക് അത്രയും റിസൾട്ട് കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് അടുത്തത് വേണ്ടുന്നത് തേനാണ്. അപ്പോൾ കുറച്ച് പേര് നിങ്ങൾ തേനിൻ്റെ അടുത്തപ്പോൾ ചോദിച്ചു വീട്ടിൽ തന്നെ മീൻസ് നാടൻ തേൻ തന്നെ വേണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അങ്ങനെ നാടൻ തേൻ തന്നെ വേണമെന്നൊന്നുമില്ല, അതുണ്ടെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഡാബറിൻ്റെ ഒരു തേനാണ് എടുത്തേക്കുന്നത്, അതായാലും മതി കേട്ടോ. ഞാൻ അതിനനുസരിച്ച് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. തേനും പാലും കൂടെ മിക്സ് ആക്കി കിട്ടാൻ കുറച്ച് പാടാണ്, അതുകൊണ്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തപ്പോൾ തേൻ കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടെ തേൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണ്ടത് നമുക്കറിയാമല്ലോ. പിന്നെ ഈ ഒരു പാക്ക് വന്നിട്ട് നമ്മുടെ ഫേസിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലും കാലിലും വരുന്ന മുരിച്ചിലൊക്കെ പോക്കി നമ്മുടെ സ്കിൻ നല്ലോണം പ്ലംപി ആയിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഫേസ് നല്ലോണം നമ്മൾ അല്ലാണ്ട് കഴിവത്തില്ല, വെള്ളത്തിൽ അതേ കണക്കൊന്ന് കഴുകിയിട്ട് ഫേസിലെ വെള്ളം നനവൊക്കെ പോയതിന് ശേഷം വേണം നമ്മുടെ ഈ ഒരു പാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലെൻസിങ്ങിൻ്റെ ഇത് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഹണി വന്നിട്ട് നമ്മുടെ സ്കിൻ നല്ലോണം നറിഷ് ചെയ്ത് വെക്കാനും ഹെൽത്തി ആയിട്ട് വെക്കാനൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ പാലില്ലെന്ന് പറഞ്ഞ് മീൻസ് നമ്മുടെ മോരോ ഹണി അങ്ങനെ മിക്സ് ചെയ്യാൻ നിൽക്കല്ല, നിങ്ങൾ പാലും തേനും തന്നെ എടുക്കണം. പാലും തേനും എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കോംബോ ആണ്. നമ്മുടെ സ്കിൻ നല്ലോണം ഗ്ലാസ് സ്കിൻ തരാനും നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ടിരിക്കാനും ബഫ്നെസ് വ്രിങ്കിൾസ് ഫൈലൻസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കണ്ടിന്യൂസ് നിങ്ങളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 വീക്കും കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ചേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. ചെറുതായിട്ട് നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം. പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഡൗൺവേർഡ് ഡയറക്ഷനിൽ മസാജ് ചെയ്യാൻ നിൽക്കില്ല, എപ്പോഴും അപ്വേർഡ് ഡയറക്ഷനിൽ വേണം മസാജ് ചെയ്യാൻ. പിന്നെ ഭയങ്കര അമർത്തി മസാജ് ചെയ്യാൻ നിൽക്കേണ്ട, ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഡൗൺവേർഡ് ഡയറക്ഷനിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ സാഗിങ്ങും പിന്നെ ഇങ്ങനത്തെ പാക്കൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് അധികം സംസാരിക്കാൻ നിൽക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ പാക്കൊക്കെ ഇടുമ്പോൾ എപ്പോഴും വോയിസ് ഓവർ എടുക്കുന്നത്. നമ്മൾ ഇതുപോലത്തെ പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ പാക്ക് ട്രൈ ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ വീണ്ടും നമ്മുടെ ഫേസിൽ ഫൈൻ ലൈൻസ് വരാനുള്ള ചാൻസ് ഭയങ്കരമായിട്ട് കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ പാക്കൊക്കെ ഇട്ടിട്ട് സംസാരിക്കാൻ നിൽക്കില്ല. ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മോതിരവിരലില്ലേ അത് വെച്ചിട്ട് നമ്മുടെ കണ്ണിന് ചുറ്റും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ കണ്ണിൽ പഫ്നെസ് ഒക്കെ പോകാനും ഡാർക്ക് സർക്കിൾസ് ഒക്കെ പോകാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ മാക്സിമം നിങ്ങൾ നൈറ്റ് വേണം ഇതുപോലത്തെ പാക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ, ഡേ ലൈറ്റിൽ ട്രൈ ചെയ്യാൻ നിൽക്കേണ്ട കേട്ടോ. ഒരു 5 മിനിറ്റ് അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്തിട്ട് വന്നിട്ട് വേണം നിങ്ങൾ പാക്ക് ഇടാൻ. ഞാൻ ഓൾറെഡി എൻ്റെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ക്ലെൻസിങ് ഒക്കെ ചെയ്യുവാണെങ്കിൽ മസ്റ്റായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വേണം പാക്ക് ഇടാൻ. നമ്മൾ മെയിനായിട്ട് ക്ലെൻസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ പോർസിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പോക്കാനും ഫേസ് നല്ലോണം ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെ ക്ലെൻസ് ചെയ്തിട്ട് വെക്കുമ്പോൾ അത്യാവശ്യം അഴുക്കളൊക്കെ കാണും. അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും പാക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ ആ പോർസിനകത്തോട്ട് വീണ്ടും അഴുക്കൾ ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് പാക്ക് റെഡിയാക്കാനാണ്. അതിന് നമുക്ക് മെയിനായിട്ട് വരുന്നത് ഓട്സ് ആണ്. ഞാൻ നല്ലോണം ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓട്സ് വെച്ചിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് മിക്സിക്കകത്തിട്ട് നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഇതേ കണക്ക് കൈ വെച്ചിട്ടൊന്ന് ഞെവിടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞെവിടി കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പാലാണ്. പാല് തന്നെ ആഡാക്കണം. പാലിന് പകരം മോരോ തൈരോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കാൻ നിൽക്കേണ്ട. വേണമെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം, അല്ലാതെ മെയിനായിട്ട് നമ്മൾ പാല് തന്നെ എടുക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത്. പിന്നെ വേറൊരു കാര്യം, പാലെടുക്കുമ്പോൾ കറക്റ്റ് ആ ക്രീമി രീതി വരുന്ന രീതിയിൽ അത്രയും പാലല്ല, കുറച്ച് എക്സ്ട്രാ പാൽ ഒഴിച്ച് കൊടുത്തോ. അപ്പോൾ നമ്മൾ കഴിക്കും അയ്യോ പാല് കൂടിപ്പോയല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അതൊന്നും പ്രശ്നമില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഓട്സും അതിനകത്ത് നല്ലോണം സോക്ക് ചെയ്ത് തരും. അതുവരെ നമുക്കൊന്ന് കുറച്ചൊന്നും വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് വന്നപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിലും കൂടുതൽ വെച്ചാൽ ഇതിലും കൂടുതൽ നേരം സോക്കായി കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് അടുത്ത അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഹണിയാണ്. ഇത്ര ഐറ്റംസ് മാത്രം മതി നമ്മുടെ ഒരു പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടും. നമുക്ക് വീട്ടിൽ തന്നെ വേഗമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടിട്ടാണ് നമ്മുടെ ഈ ഒരു പാക്ക് റെഡിയാക്കുന്നത്. നിങ്ങളപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി, ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ക്ലെൻസിങ് ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നല്ലോണം ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാൻ അതിന് ശേഷം വേണം നമ്മുടെ ഒരു പാക്ക് ഇടാൻ. ഇനിയിപ്പം നിങ്ങൾക്ക് അല്ലാണ്ട് വേണമെങ്കിൽ നിങ്ങൾ ക്ലെൻസിങ്ങിന് എടുത്ത് വെച്ചത് എക്സ്ട്രാ ഇരിപ്പുണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ പൊടിച്ച ഓട്സ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഞാനിപ്പോൾ ഇത് ഒരുമിച്ച് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓട്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും സ്കിൻ വൈറ്റനിങ് ആക്കി വെക്കാനും ബ്രൈറ്റ് ആക്കി വെക്കാനും നല്ലൊരു ഗ്ലോ തരാനും നമ്മുടെ ഫൈൻ ലൈൻസ് വ്രിങ്കിൾസ് പിമ്പിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഓട്സ് വന്നിട്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എപ്പോഴും പക്ഷേ അപ്ലൈ ചെയ്യുമ്പോൾ നൈറ്റേ അപ്ലൈ ചെയ്യാവോ, ഡേ ലൈറ്റിൽ അപ്ലൈ ചെയ്യില്ല. നമ്മൾ എന്തൊരു പാക്കും ഫേസിൽ ഡേ ലൈറ്റിൽ അപ്ലൈ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഈ വെളിയിലോട്ടൊക്കെ ഇറങ്ങാൻ നിൽക്കുകയൊക്കെ ആണെങ്കിൽ
നമ്മുടെ ഫേസിൽ നെഗറ്റീവ് റിസൾട്ടാണ് കിട്ടുന്നത്. സോ അപ്പോൾ എന്തായാലും ഡേ ലൈറ്റിൽ അപ്ലൈ ചെയ്യല്. പിന്നെ ഞാൻ ഈ പാക്കൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ആഫ്റ്റർ കെയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതും കൂടെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പം നമുക്ക് ഇതേ കണക്ക് നമുക്ക് മീൻസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേ നമ്മൾ ചോദിക്കുക നല്ല ഗ്ലോ കിട്ടുമോ, നല്ല ഗ്ലോ വന്നല്ലോ എന്ന്. കാരണം അതേ കണക്കുള്ള ഐറ്റംസാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തേക്കുന്നത്. ഞാൻ അനുസരിച്ച് ചെറുതായിട്ടൊന്ന് മസാജ് കൊടുക്കാം, ഭയങ്കര അമർത്തി ഒന്ന് മസാജ് ചെയ്യേണ്ട. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് വാഷ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തേ പറ്റും. ഇതേ കണക്കുള്ള എന്ത് യൂസ് ചെയ്താലും നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. നമ്മൾ ഫേസിൽ പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നെഗറ്റീവ് റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ കറക്റ്റ് ഒരു 15 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ ക്ലെൻസിങ്ങിന് എടുത്ത് വെച്ച സാധനം കുറച്ച് മാറ്റി വെച്ചിട്ടോ അല്ലെങ്കിൽ പാല് മാത്രം ആക്കി വെച്ചിട്ട് നമ്മുടെ ഫേസ് ഇതേ കണക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാരണം ഭയങ്കര ഡ്രൈ ആയിട്ട് ചിലപ്പോൾ ഇരിക്കുമായിരിക്കും. ആ ഡ്രൈനെസ് ഒക്കെ ഒന്ന് പോക്കി നമുക്ക് വേഗം ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അല്ലാണ്ട് ഡ്രൈ വെച്ചുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ തുടയ്ക്കാൻ നിൽക്കുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ സ്കിന്നിൽ ഫൈൻ ലൈൻസ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാവും. എന്നിട്ട് ഇതേ കണക്കൊരു കോട്ടൺ ജസ്റ്റ് ഒന്ന് കുതിർത്തല്ല മുഖം മൊത്തത്തിൽ, എന്നിട്ട് ഇതേ കണക്കൊരു കോട്ടനോ അല്ലെങ്കിൽ ടിഷ്യൂവോ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നോർമൽ വാട്ടർ എടുത്താലും മതി കേട്ടോ, പാല് തന്നെ വേണമെന്നില്ല. അതിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം. വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നല്ലോണം ഗ്ലോ തരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് കിട്ടുന്നതാണ്. ചിലരൊക്കെ പറയത്തില്ല എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് പ്രായം തോന്നിക്കുന്നുണ്ട്, എൻ്റെ ഫേസ് കാണുമ്പോൾ ഭയങ്കര പ്രായം തോന്നിക്കുന്നുണ്ട്, അങ്ങനത്തെയൊക്കെ പ്രശ്നം ഫേസ് ചെയ്യുന്നവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പാക്കാണ് ഇത് വന്നിട്ട്. അപ്പോൾ ഞാൻ ഫുള്ള് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് വൺ ടൈം യൂസ് ചെയ്ത് തന്നെ അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും. മീൻസ് ഈ ഒരു വൺ ടൈം യൂസ് കിട്ടിയതിനേക്കാളും എക്സ്ട്രാ റിസൾട്ടാണ് കിട്ടുന്നത്. അതിനനുസരിച്ച് നമുക്ക് നോർമൽ വാട്ടർ വാഷ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ട് ഞാൻ നിങ്ങളുടെ റിസൾട്ട് കാണിക്കുന്നതായിരിക്കും. ഫുള്ള് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. വാഷ് ചെയ്തിട്ട് വരുമ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു ഗ്ലാസ് സ്കിന്നാണ് കിട്ടുന്നത്. അത്യാവശ്യം നല്ലോണം ഒരു ഗ്ലോ തരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സൺടാൻ പിഗ്മെൻറ്റേഷൻ പ്രശ്നങ്ങളൊക്കെ മാറ്റി നമ്മുടെ സ്കിൻ നല്ലൊരു സെലിബ്രിറ്റി ഗ്ലാസ് സ്കിന്നിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് ഇത് വന്നിട്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. അപ്പോൾ ബൈ ഡിയേഴ്സ്, ടാറ്റാ.